2 ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതു മുതൽ ട്രംപാണ് വാർത്തകളിലെ താരം. അതിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സത്യപ്രതിജ്ഞയുടെ സമയമായി. സത്യവാചകം ചൊല്ലിക്കൊടുക്കാനായി ജസ്റ്റിസ് ട്രംപിൻ്റെ തൊട്ടടുത്ത് തയ്യാറായി നിൽക്കുന്നു. ഈ സമയത്തായിരുന്നു ട്രംപിൻ്റെ ഭാര്യ മെലാനിയ തൻ്റെ കൈവശമുള്ള ബൈബിളുമായി ട്രംപിൻ്റെ അടുത്തേക്ക് നീങ്ങിയത്. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം സത്യപ്രതിജ്ഞ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളുമായി തൻ്റെ അടുത്ത് നിൽക്കുന്ന മെലാനിയെ അദ്ദേഹം ശ്രദ്ധിച്ചുമില്ല. ഇതാണ് ട്രംപിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച ആ സംഭവം. എന്നാൽ ആ സംഭവത്തിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ സുവിശേഷ പ്രഘോഷകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹാം. തെറ്റിദ്ധാരണ എന്നായിരുന്നു ആദ്യം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സത്യവാചകം ചൊല്ലിത്തുടങ്ങിയ ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ബൈബിളുമായി അവിടേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ബൈബിളിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യാത്തതെന്നും അതും അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിശ്വാസവുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യുന്നത് വാസ്തവമല്ലെന്നും ഗ്രഹാം പറഞ്ഞു. ഗ്രഹാം ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച വ്യക്തി കൂടിയാണ്. ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിൽ നിന്നും ട്രംപിനെ ദൈവം രക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രഹാം ചടങ്ങിൽ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തിയിരുന്നു. ദൈവമില്ലാതെ തനിക്ക് ഈ ദൗത്യത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ട്രംപ് എന്നും അതുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള ഒരു ഭരണമായിരിക്കും അദ്ദേഹത്തിൻ്റേത് എന്ന പ്രതീക്ഷയും ഫ്രാങ്ക്ലിൻ ഗ്രഹാം പങ്കുവച്ചു.